കുമരമ്പത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM ലോക്കൽ സെക്രട്ടറി അയിലക്കര മുഹമ്മദ് അലി. മുൻ ഭരണസമിതിയുടെ കാലത്തെ അനാസ്ഥകൾ പരിഹരിക്കാനാണ് നിലവിലെ ഭരണസമിതി ശ്രമിക്കുന്നതെന്നും നിയമനങ്ങളെല്ലാം നിയമപ്രകാരമാണെന്നും ഭരണസമിതിയും CPM നേതൃത്വവും വ്യക്തമാക്കി. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി മുൻകാലങ്ങളിൽ ഏറെ ആക്ഷേപങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണെന്ന് CPM ലോക്കൽ സെക്രട്ടറി അയിലക്കര മുഹമ്മദ് അലി പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി രാഷ്ട്രീയ നിറം നോക്കി നിയമിച്ച 18 മീറ്റർ റീഡർമാർ കൃത്യമായി തുക പിരിച്ചെടുക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്തിന് 72 ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ് വരുത്തിവച്ചത്. രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ മാത്രം നോക്കി ആളുകളെ തിരഞ്ഞെടുത്തതിന്റെ ദുരന്ത ഫലമാണിത്. ഈ അനാസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കുടുംബശ്രീ വഴിയാണ് സുതാര്യമായി പുതിയ ആളുകളെ തിരഞ്ഞെടുത്തതും നിയമനം നൽകിയതും. UDF പ്രവർത്തകർ നിരന്തരം പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിൽ ഓഫീസിനകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചതിനെ തുടർന്നാണ് താൻ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയതെന്നും ലോക്കൽ സെക്രട്ടറി വിശദീകരിച്ചു. ഈ 72 ലക്ഷം രൂപ ഇവിടെ കുടിശ്ശികയായതിന് ഈ കുമരമ്പത്തൂരിലെ സാധാരണ ജനം ഇതിന്റെ ഗുണഭോക്താക്കൾ ഉത്തരവാദികളല്ല. കൃത്യമായി പിരിച്ചെടുക്കുന്നതിൽ ആളുകളെ ചുമതലപ്പെടുത്തുന്നതിലും കാണിച്ചിട്ടുള്ള വലിയ വീഴ്ചകൾ രാഷ്ട്രീയ നിറം നോക്കി രാഷ്ട്രീയ മാനദണ്ഡമാക്കി പഞ്ചായത്തിനെ ഉപയോഗപ്പെടുത്തിയതിന്റെ ദുരന്ത ഫലമാണ് 72 ലക്ഷം രൂപ. ഇതിൽ മാറ്റം വരുത്തണം എന്നീ ഭരണസമിതി തീരുമാനിച്ചു. ഈ എല്ലാ പ്രൊസീജറും പാലിച്ച് കുടുംബശ്രീ വഴി 21 ആളുകളെ സെലക്ട് ചെയ്തു. 3 മാസമായി നിരന്തരം ഈ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതിനെതിരായി ഇവിടെ ഓരോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ഉദ്യോഗസ്ഥന്മാർ വന്ന് പ്രതിസന്ധിയിലാക്കുക. 3 മാസമായിട്ട് അത് നീണ്ടുപോയി. ഇന്ന് ആ തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കിയതിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, 21 വാർഡുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, ആ 21 ആളുകൾ ഇപ്പോൾ ഈ പഞ്ചായത്തിനകത്തുണ്ട്. നിങ്ങൾ അവരോടൊന്ന് പോയിട്ട് അവരുടെ രാഷ്ട്രീയം ചോദിക്കൂ. അതിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്. ഈ രാഷ്ട്രീയമല്ല നിയോഗിക്കാനുള്ള മാനദണ്ഡം. കുടുംബശ്രീ രംഗത്ത് നല്ല മികവ് പുലർത്തിയിട്ടുള്ള ഊർജ്ജസ്വലതയുള്ള ഈ ദൗത്യം അവരെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയും എന്ന് ബോധ്യമുള്ള ആളുകളെയാണ് അത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് മിനിറ്റ്സ് ബുക്കില്ലെന്ന UDF ആരോപണം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പൂർണ്ണമായും തള്ളി. നിലവിൽ പഞ്ചായത്തിലെ മിനിറ്റ്സ് നടപടികളെല്ലാം പൂർണ്ണമായും സുതാര്യമാണെന്ന് പ്രസിഡന്റ് സ്മിത അറിയിച്ചു. നിലവിൽ ഇപ്പൊ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിലെല്ലാം ആരോപണം വരുന്നത് നിങ്ങൾ ഇതുവരെയായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. ആരോപണം പറഞ്ഞത് വെറും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഓരോ ആരോപണങ്ങൾ നടത്താന്നുള്ളത് LDFന്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ നടത്തിയിട്ടില്ല. ആരെങ്കിലും വന്ന് മിനിറ്റ്സ് ചോദിച്ചാൽ എടുത്ത് കാണിക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ആ സംഭവം ഉണ്ട്. ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിനിറ്റ്സ് സംബന്ധിച്ച വിവരങ്ങൾ ആർക്ക് വേണമെങ്കിലും ഓൺലൈനായി സ്മാർട്ട് പോർട്ടൽ വഴി പരിശോധിക്കാവുന്നതാണെന്ന് വൈസ് പ്രസിഡന്റ് ഷമീർ വ്യക്തമാക്കി. അല്ല, മിനിറ്റ്സ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും സ്മാർട്ട് വഴി പരിശോധിച്ചാൽ അത് ഏത് ഡേറ്റ് വെച്ചാലും എന്തൊക്കെ തീരുമാനം എടുത്തിരുന്ന പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള സൗകര്യമുണ്ട്. മിനിറ്റ്സ് അവർ പറയുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് മിനിറ്റ്സ് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാതെ പിന്നീട് അതിൽ എഴുതി ചേർക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. ചേട്ടാ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ആ മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാം അങ്ങനെ ഏത് തീരുമാനമാണ് എന്തായാലും പഞ്ചായത്ത് ബോർഡിൽ എടുക്കുന്ന തീരുമാനം കൃത്യമായിട്ട് അജണ്ട വെച്ചിട്ടാണ് നമ്മൾ സ്മാർട്ട് വഴി അജണ്ട വെച്ചിട്ടാണ് അത്തരത്തിൽ അജണ്ട വെക്കുക. ആ അജണ്ടയിൽ തന്നെ അതെടുക്കുന്ന തീരുമാനമല്ല അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലാതെ ബോർഡിനകത്ത് അജണ്ട വെക്കാത്തൊരു വിഷയത്തിൽ തീരുമാനം എടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. എല്ലാം ഡിജിറ്റലായി ലഭ്യമായിരിക്കെ മിനിറ്റ്സ് ഇല്ലെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും ഭരണസമിതി ചൂണ്ടിക്കാട്ടി. നിലവിൽ നിശ്ചിത കാലാവധി പൂർത്തിയാക്കാത്ത ആളുകളെ ഒഴിവാക്കി പുതിയ ആളുകളെ ചുമതലപ്പെടുത്തിയത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂട്ടായ തീരുമാന പ്രകാരമാണ്. ഇതിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഈ മീറ്റർ റീഡിംഗ് മേഖലയിൽ ഒരു 75 ലക്ഷത്തിലധികം കുടിശ്ശിക വന്നിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് പരിഹരിക്കുന്ന ഭാഗമായിട്ട് കുടുംബശ്രീയിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ മീറ്റർ റീഡേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ബോർഡ് കൂടി തീരുമാനിച്ചാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ഭരണസമിതി മുന്നോട്ടു പോകുമെന്നും ഭരണസമിതി അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. CCN മണ്ണാർക്കാട്.